ലയൺസ് ക്ലബ് ഒക്കൽ പെരിയാറിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെയും സേവന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം മനോജ് മുത്തടൻ MLA നിർവഹിച്ചു. ചികിത്സിക്കാൻ പൈസയില്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ദൈനംദിനമായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ സത്യത്തിൽ എന്റെ മനസ്സിൽ ലയൺസ് ക്ലബ്ബുകാരും റോട്ടറി ക്ലബ്ബുകാരും വൈസ് പ്രിൻസിപ്പൽ മനസ്സിൽ സത്യത്തിൽ ഞാൻ ഈ വീടില്ലാത്ത ആളുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലാകും ഈ മോഹൻചേട്ടനെയും മനുഷ്യനെയും എനിക്ക് ഓർമ്മ വരും. അതൊന്നുമല്ല, എങ്ങനെയൊക്കെ എഴുപത്തൊന്നും കുടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഷിജനോട് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു വീട്, ഞാൻ ഷിജനെ വിളിക്കുന്ന സമയത്ത് ഒരാളും അടുത്ത് വന്നൊരു പരാതി വന്നിട്ട് പോയുള്ളൂ ഈ വീടില്ലാത്ത കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വീട് കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പൊ ആലോചിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെ അപ്പൊ നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കുറെ ആളുകളിലേക്ക് വീടുകൾ തരാമെന്ന് സഹായിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടായ്മ അതിലെനിക്ക് പലപ്പോഴും ഇത്തരം കൂട്ടായ്മയിലേക്ക് ഭാഗമാകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ സമയത്തിന്റെ പ്രശ്നങ്ങളുകൊണ്ടാണ്. കാരണം ഇങ്ങനെ കൂട്ടായ്മ നടക്കും. കാരണം എല്ലാം പരിപാടി മാറ്റിവെച്ച് തിരക്കിന്റെ ലോകത്തുനിന്ന് മാറി കുറെ നേരം കുടുംബമൊത്ത് സുഹൃത്തുക്കളൊത്ത് ഒന്ന് ഒരുമിച്ചിരിക്കുന്നത് വലിയ സന്തോഷമുള്ള അനുഭവമാണ്. സ്ഥാനാരോഹണ ചടങ്ങ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ ജോസഫ് മനോജ് MJF നടത്തി. ക്ലബ്ബ് പ്രസിഡന്റായി ബോബിൻ പാപ്പച്ചൻ, സെക്രട്ടറി ഇമ്മാനുവൽ ജോസഫ്, ട്രഷറർ ഷിജു തോപ്പിലൻ എന്നിവർ ചുമതലയേറ്റെടുത്തു. ലേഡീസ് ഫോറം പ്രസിഡന്റ് ജിൻസി ഷൈജു, സെക്രട്ടറി ലിസ റോബിൻ, ട്രഷറർ ടിൻഡു ജോമോൻ, ലിയോ ക്ലബ് പ്രസിഡന്റ് ഹൈഡൻ വർഗീസ, സെക്രട്ടറി സിറീന ജോമോൻ, ട്രഷറർ ഏബൽ ഷൈൻ എന്നിവരും ചുമതലയേറ്റു. അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ അധ്യക്ഷത വഹിച്ചു. അതിന്റെ എത്ര ഉയർന്ന മൂല്യമുണ്ടോ അത്രയും മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹവും അതിനുള്ള മനസ്സുമാണ് ഒക്കൽ പെരിയാർ ലയൺസ് ക്ലബിലെ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഇഷ്ടവും താല്പര്യവും. അതനുസരിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഈ ലയൺസ് ക്ലബിന് നടത്താൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഇടപെടുകയും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഐമുറി മേരിമാത LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. ജില്ലാ ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ TO ജോൺസൺ, റീജിയണൽ ചെയർപേഴ്സൺ രാജീവ് കുമാർ, സോൺ ചെയർപേഴ്സൺ KK അലക്സ, ലയൺ ആനി മനോജ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ബ്ലസൻ ആന്റണി, ജോബിസ് G ആട്ടുകാരൻ, റോബിൻ പാപ്പച്ചൻ, മത്തായി ചെറിയത്ത, വർഗീസ് പൈലി, രഞ്ജി പട്ടേൽ, ഷൈൻ തോമസ്, ജോമൻ മൂലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷം ക്യാൻസർ ബാധിച്ച ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, സ്കൂൾ കുട്ടികളിലുള്ള കാഴ്ച പരിമിതികൾ കണ്ടെത്തി തുടർ ചികിത്സകൾ നടത്തുക, ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പുകൾ എന്നിവയാണ് പ്രധാന സേവന പദ്ധതികൾ. ഈ വർഷത്തിൽ ഡിസ്ട്രിക്ട് 318 നടപ്പിലാക്കാൻ പോകുന്ന SSK കുട്ടികളുടെ കാഴ്ച വൈകല്യം, മെമ്പർഷിപ്പ് ഗ്രോത്ത്, LCF, പ്രമേഹം, അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ഇതര രോഗങ്ങൾ, ഡയാലിസിസ്, ഓർഗാനിക് ഫാമിംഗ്, ഭവന നിർമ്മാണം, സ്ത്രീ ശാക്തീകരണം എന്നിവയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു.